ബാറ്റ്മാനെ കുറിച്ചുള്ള ഒരു ബേസിക് സ്റ്റോറി നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാറ്റ്മാന്റെ വർക്കൗട്ട് റൂട്ടീനെ, ബാറ്റ്മാന്റെ ഡയറ്റിനെ പറ്റിയാണ്. ഇതിനെപ്പറ്റി നമുക്ക് ക്ലിയർ ഡേറ്റ ഇല്ല, എവിടെ നോക്കിയാലും ഒരു ക്ലിയർ ഡേറ്റ കിട്ടത്തില്ല. പക്ഷെ പല കോമിക് ബുക്സിൽ നിന്നും പിന്നെ പല ഈ സീരീസിൽ നിന്നും മൂവീസിൽ നിന്നും എല്ലാം എടുത്ത ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അസംഷനാണ് ഇത്. ഇങ്ങനെ വരാനേ ചാൻസ് ഉള്ളു. ബാറ്റ്മാൻ ഒരു ഹ്യൂമൻ ആണ്. ഒരു മറ്റ് സൂപ്പർ ഹീറോകളെ അപേക്ഷിച്ച്, ഇപ്പം സൂപ്പർമാനെ അപേക്ഷിച്ച്, ഇല്ലെങ്കിൽ മാർവലിലെ നമ്മുടെ ഹൾക്കിനെയും തോറിനെയും ക്യാപ്റ്റൻ അമേരിക്കനെ അപേക്ഷിച്ച് സൂപ്പർ പവേഴ്സ് ഒന്നും ഇല്ല. നമ്മളെപ്പോലത്തെ ഒരു ഹ്യൂമൻ ആണ്. അപ്പോൾ ആ ഹ്യൂമന് മാക്സിമം എങ്ങനെയാണ് ഇവരുടെ അത്രയും നിന്ന്, ഇല്ലെങ്കിൽ ഇവരെ പോലത്തെ ആളുകളോട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മറ്റ് ഹ്യൂമൻസുമായിട്ട്, മറ്റ് പവർഫുൾ ആയിട്ടുള്ള ഹ്യൂമൻസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതിനെപ്പറ്റി ഓർക്കുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് ബാറ്റ്മാനെ ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വിൽ പവർ കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതും കൊണ്ട് തന്നെയാണ് ഈ ഏറ്റവും കൂടുതൽ ഫാൻസ് ഇപ്പോൾ ബാറ്റ്മാൻ ആവുന്നത്. നമ്മുടെ ബാറ്റ്മാൻ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നതിൽ കുറച്ച് പർപ്പസ് ഉണ്ട്. അയാളുടെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ ഈ ഗോതം സിറ്റി രക്ഷിക്കുക എന്നതാണ്. എന്ന് വെച്ചാൽ ഈ ക്രിമിനൽസിന്റെ ഇടയിൽ നിന്നും ഡ്രഗ് ഡീലേഴ്സിന്റെ ഇടയിൽ നിന്നൊക്കെ ഈ ഗോതം സിറ്റി രക്ഷിക്കുക, എന്നിട്ട് അവരെയൊക്കെ പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇതാണ് ഈ ബാറ്റ്മാൻ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ബാറ്റ്മാന്റെ പിന്നിൽ ഈ മാസ് പൂജ അത് ബ്രൂസ് വെയിൻ ആണെന്ന് നമുക്കറിയാം. ബ്രൂസ് വെയിൻ ഒരു പവർഫുൾ ബില്യണറാണ്. ഒരു വെയിൻ എന്റർപ്രൈസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സിഇഒയും കൂടിയാണ്. പക്ഷെ ബാറ്റ്മാൻ ഇതൊക്കെ ടെക്നോളജിയുടെ സഹായം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ശരിയാണ്, ബാറ്റ്മാൻ കുറെ ബാറ്റ് മൊബൈൽ പോലത്തെ കുറെ ടെക്നോളജിയും പിന്നെ അങ്ങനത്തെ കുറെ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രം പോരാ. ബാറ്റ്മാന് സ്വന്തമായിട്ട് കുറച്ച് സ്പീഡും പവർഫുള്ളും കുറച്ച് അജൈലൊക്കെ ആയിരിക്കണം കുറച്ച് കാര്യത്തിലൊക്കെ. ഇതാണ് മെയിൻ കാര്യം സത്യത്തിൽ. ഇതിന് വേണ്ടിയിട്ട് ബാറ്റ്മാൻ ജിംനാസ്റ്റിക്സ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, കാലിസ്റ്റനിക്സ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, മാർഷൽ ആർട്സ് ചെയ്യുന്നുണ്ട്, പലതരം മാർഷൽ ആർട്സ് ചെയ്യുന്നുണ്ട്, പിന്നെ മൊബിലിറ്റി ഡ്രിൽസ് ചെയ്യുന്നുണ്ട്, കണ്ടീഷനിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യം ചെയ്തിട്ടാണ് ബാറ്റ്മാൻ ഇങ്ങനെ ഒരു സൂപ്പർ ഹീറോ ലെവൽ, ഇല്ലെങ്കിൽ സൂപ്പർ ഹ്യൂമൻ ലെവലിൽ ആയിരിക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഫുഡ് ഇൻടേക്ക്, അല്ലെങ്കിൽ ബോഡിയിലുള്ള വൈറ്റമിൻ്റെ അളവ്, അത് മാത്രമല്ല നല്ല ക്വാളിറ്റി സ്ലീപ്പ്, ഇതെല്ലാം നോക്കുന്നുണ്ട്. ഒരു സാധാരണ ഹ്യൂമന് പറ്റാത്ത കാര്യങ്ങളായിട്ട് നമുക്കൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അദ്ദേഹത്തിന്റെ പർപ്പസ് എന്ന് വെച്ചാൽ ഗോതം സിറ്റി രക്ഷിക്കലാണ്. അദ്ദേഹത്തിന്റെ നിറച്ച് പൈസയുണ്ട്. അദ്ദേഹത്തിന് പൈസയ്ക്ക് വേണ്ടി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ഈ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഒരു ആത്ലറ്റിനെ പോലെ, ഒരു പ്രോ ആത്ലറ്റിനെ പോലെ അദ്ദേഹത്തിന് ഈ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വർക്കൗട്ട് ഉണ്ടല്ലോ, ഒരു വീക്കിൽ ആദ്യത്തെ ദിവസം ബാറ്റ്മാൻ ചെയ്യുന്നതാണ്. ഇത് നമുക്ക് കറക്റ്റാണെന്നും പറയാൻ പറ്റില്ല. നമ്മൾ പല ഡേറ്റയും എടുത്ത കാര്യങ്ങളാണ്. ഈ ഒരു വർക്കൗട്ട് തന്നെ ദിവസം 1ഉം 2ഉം പ്രാവശ്യം ചെയ്യും. അപ്പം തന്നെ ഇത് ഒറ്റത്തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല പണി കിട്ടും. നമുക്ക് പണി കിട്ടും എന്നല്ല, നമ്മൾ അപ്പം തന്നെ ഭയങ്കര എക്സോസ്റ്റഡ് ആവും. അപ്പോൾ ഇത് 2-3 തവണയൊക്കെ ചെയ്യുന്നതെന്ന് ഓർത്ത് നോക്കിയാൽ, ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളി നാപ്പ് എടുക്കും. ഇടയ്ക്ക് 18 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ നാപ്പ് എടുക്കും. എന്നിട്ട് വീണ്ടും വേറെ മറ്റു കാര്യങ്ങളിലേക്ക് നോക്കും. എന്നിട്ട് വീണ്ടും വർക്കൗട്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും ഇടയ്ക്ക് നാപ്പ് എടുക്കും. അങ്ങനെയാണ് ഈ പുള്ളിയുടെ ലൈഫ് സ്റ്റൈൽ പോകുന്നത്. അപ്പം തന്നെ നമുക്കറിയാം, ഈ ആദ്യത്തെ ദിവസം പുള്ളി സ്ട്രെങ്ത് ട്രെയിനിങ്ങിനും പവറിനാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോഴാണ് പുള്ളിയുടെ മാർഷൽ ആർട്സിനെ പറ്റി, കണ്ടീഷനിങ്ങിനെ പറ്റിയൊക്കെ നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നുണ്ടല്ലോ, ഇതാണ് പുള്ളി രണ്ടാമത്തെ ദിവസം മെയിനായിട്ട് ചെയ്യുന്നത്. ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് 1 മണിക്കൂർ പുള്ളി അടുപ്പിച്ച് മാർഷൽ ആർട്സ് ചെയ്യും. അതിന്റെ കൂട്ടത്തിൽ തന്നെ ബോഡി വെയിറ്റ് എക്സസൈസ് നന്നായിട്ട് ചെയ്യും. പിന്നെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോഴാണ് പുള്ളി ഏറ്റവും കൂടുതൽ ഈ കോമ്പൗണ്ട് എക്സസൈസ് ഒക്കെ, നമ്മുടെ സ്ട്രെങ്തും പവറിനും വേണ്ടിയിട്ടുള്ള കോമ്പൗണ്ട് എക്സസൈസ് ഒക്കെ ഉൾപ്പെടുത്തുന്നത്. അത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ മൂന്നാമത്തെ ദിവസം ഭയങ്കര നമ്മുടെ ഈ ഡെഡ് ലിഫ്റ്റ്, സ്ക്വാട്ട്, ബെഞ്ച് പ്രസ് അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പൊ പുള്ളിയുടെ ഈ ലിഗമെന്റ്സും ടെൻഡൻസും ഒക്കെ അതിനനുസരിച്ച് നല്ല സ്ട്രോങ് ആവുകയും ചെയ്യും. പുള്ളിക്ക് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ നന്നായിട്ട് ഫോക്കസ് ചെയ്യാനും പറ്റും. ഇപ്പം മാർഷൽ ആർട്സ് ആണെങ്കിലും അവിടെ ഇഞ്ചറി വരത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ട്രെങ്ത് ട്രെയിനിങ് കൂടി ആകുമ്പോൾ പുള്ളിയുടെ ബോഡി അടിപൊളിയായിട്ട് കണ്ടീഷനിങ് ആവും. അപ്പോൾ ഈ ആദ്യത്തെ 3 ദിവസത്തെ വർക്കൗട്ട് കാണുമ്പോൾ തന്നെ നമ്മുടെ കിളി പോയില്ല. പക്ഷെ 4ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ അത്ര ഇന്റൻസ് ആയിരിക്കത്തില്ല, കുറച്ച് ലൈറ്റ് ആയിരിക്കും. കുറച്ച് മൊബിലിറ്റി ഡ്രിൽസും കുറച്ച് നമ്മുടെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്ന വർക്കൗട്ട്സ് ആയിരിക്കും. അതും അത്യാവശ്യം ഒരു ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഒരു ബിഗിനർ ലെവലിൽ നോക്കിയാൽ അത്യാവശ്യം ഹാർഡാണ്. പക്ഷേ ഒരു ബാറ്റ്മാന്റെ ലെവലിൽ നിന്ന് നോക്കിയാൽ അത് ഒരിക്കലും ഹാർഡല്ല. അപ്പം ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുകയാണ് പുള്ളി 4ാമത്തെ ദിവസം ചെയ്യുന്നത്. പിന്നെ 5ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ വീണ്ടും സ്ട്രെങ്ത് ട്രെയിനിങ്ങിലേക്ക് വരും. അത് വീണ്ടും നമ്മുടെ കോർ ഏരിയയൊക്കെയാണ്, നമ്മുടെ ലോവർ ബോഡിയും കോർ ഏരിയയൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതും വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഇന്റൻസ് ആയിരിക്കും. 4ാമത്തെ ദിവസം പുള്ളിക്ക് റെസ്റ്റ് ഡേ പോലെ ആയിരിക്കും, കുറച്ച് മൊബിലിറ്റി മാത്രമേ ഉള്ളൂ. പക്ഷെ 5ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ലോവർ ബോഡി സ്ട്രെങ്തനിങ് ചെയ്യുന്നത്. അതും ഭയങ്കര ഇന്റൻസ് ആയിരിക്കും. ഈ ഹിൽ സ്പ്രിന്റ്സ് ഒക്കെ സത്യത്തിൽ 6 റൗണ്ട്സ് ആണ് പുള്ളി ചെയ്യുന്നത്, ഞാൻ ഈ കൊടുത്തിരിക്കുന്ന പോലെ. അപ്പോൾ ഒന്ന് ഓർത്തേ, 1 റൗണ്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഇതാണ്. അപ്പോൾ 6 റൗണ്ട് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ എന്തായിരിക്കും. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ബാക്ക് സ്കോട്ടും ബാക്കിയുള്ള കാര്യമൊക്കെ ചെയ്യുമ്പം നോർമൽ മനുഷ്യൻ വീണു. പിന്നെ 6ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മുടെ കോമ്പാക്ട്, നമ്മുടെ മാർഷൽ ആർട്സും സംഭവമൊക്കെ വരും. അതിന്റെ കൂട്ടത്തിൽ തന്നെ എൻഡുറൻസും കാണും. ഇത് മെയിനായിട്ട് കോമ്പാക്ട് ട്രെയിനിങ് അല്ല, ഇത് മെയിനായിട്ട് നമ്മുടെ കോമ്പാക്ട്, നമ്മുടെ മാർഷൽ ആർട്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്.
ഇതൊക്കെ ചെയ്താൽ നമുക്ക് മാർഷൽ ആർട്സിലൊക്കെ നമുക്ക് കൂടുതൽ നല്ല മൂവ്മെന്റും നല്ല സ്പീഡൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. അത് മാത്രമല്ല ഇത്രയും നമുക്ക് രീതിയിൽ പുള്ളിക്ക് മാർഷൽ ആർട്സ് ചെയ്യണമെങ്കിൽ ഒരു ബിൽഡിങ്ങിലേക്ക് വലിഞ്ഞ് കയറണമെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തെ, ഒരു കാലിസ്റ്റനിക്സ് ഒക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എടുത്ത് നോക്കിയാൽ ഒരു ബിൽഡിങ്ങിന് അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് ചാടി പെട്ടെന്ന് അതിന്റെ മേളിൽ നിന്ന് തന്നെ മതിൽ ചാടുന്ന പോലെ വേറൊരു ബിൽഡിങ്ങിലേക്ക് ചാടി അങ്ങനെയൊക്കെ ബാറ്റ്മാൻ പോകേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നെങ്കിൽ നല്ല കണ്ടീഷനിങ്ങും നല്ല എല്ലാം പക്കയായിരിക്കണം. എൻഡുറൻസും കാലിസ്റ്റനിക് സ്കിൽസും നമ്മുടെ പവർ അപ്പ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ പുഷപ്പ് ചെയ്ത് മേളിൽ പോകുന്നത്, അതൊക്കെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യമായിരിക്കണം. അതിന്റെ കൂട്ടത്തിൽ കോമ്പാക്റ്റും ചെയ്യണം, അതിനനുസരിച്ച് എൻഡുറൻസും വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ കാണിച്ചിങ്ങനെ സർക്യൂട്ട് ട്രെയിനിങ് ഒക്കെ ചെയ്യുമ്പോൾ പുള്ളിക്ക് അതിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ 7ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ ഭയങ്കര ലൈറ്റ് കാർഡിയും പിന്നെ ബാക്കിയുള്ള ടൈം എല്ലാം റെസ്റ്റും. അത് സൺഡേ ആക്കി നമുക്ക് അസ്യൂം ചെയ്യാം. ആ ഒരു ദിവസമാണ് പുള്ളി മെഡിറ്റേഷന് വേണ്ടിയിട്ടും പിന്നെ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ റിക്കവറിക്കും സ്ട്രെച്ചിങ്ങിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാ ദിവസവും പുള്ളി നല്ല സ്ലീപ്പിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ചെയ്തിട്ട് സ്ലീപ്പ് ചെയ്യാണ്ട് ഇരുന്ന് നല്ല പണി കിട്ടുന്നത് 2 ദിവസം പോലും പോകത്തില്ല. അതിനു മുമ്പ് എന്തെങ്കിലും ഇഞ്ചറി ആയി കിടക്കും. ഈ 6 അടി പൊക്കവും 95 കിലോ ഉള്ള ഈ ഒരു ബാറ്റ്മാന് ഇത്രയും നല്ലൊരു മസിൽ മാത്രം ഇത്രയും പാക്ഡ് ആയിട്ടുള്ള മസിൽ നിർത്തുന്നെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ നല്ല ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് എല്ലാം നല്ല ഡയറ്റ് പ്ലാൻ പുള്ളി ക്രിയേറ്റ് ചെയ്യണം. പുള്ളിയുടെ ഡയറ്റ് പ്ലാൻ നോക്കിയാൽ തന്നെ നമുക്കറിയാം. പുള്ളിയുടെ ഡയറ്റ് പ്ലാനിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീനാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതും ചിക്കനും എഗ്സും പിന്നെ പ്രോട്ടീൻ പൗഡേഴ്സും ഇതെല്ലാം പുള്ളി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ വൈറ്റമിൻ ടാബ്ലറ്റ്സും ഇതെല്ലാം പുള്ളിയുടെ ബോഡിയെ ഒരു വൈറ്റമിൻ ബാലൻസ് ആക്കി നിർത്തുകയും ചെയ്യും. പുള്ളിക്ക് അങ്ങനെ ഒരു ഡെഫിഷ്യൻസിയും വരത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ വെറുതെ സാധാ ടാബ്ലറ്റ്സ് ഒന്നും അല്ല പുള്ളി കഴിക്കുന്നത്. ഇവരൊക്കെ പക്ക ബില്യനേഴ്സ് ആണ്. അപ്പോൾ അതനുസരിച്ചുള്ള ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കും ഇവർ കഴിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മോഡറേറ്റിലുള്ള ഫാറ്റ് ആയിരിക്കും പുള്ളി ഇൻടേക്ക് ചെയ്യുന്നത്. അത്ര കൂടിയ ഫാറ്റ് ഒന്നും പുള്ളി കഴിക്കത്തില്ല. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് വളരെ കുറവായിരിക്കും. പക്ഷേ എനർജിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നന്നായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അഡീഷണൽ സപ്ലിമെന്റ് പുള്ളി കഴിക്കുന്നതെന്ന് വെച്ചാൽ അശ്വഗന്ധ ചിലപ്പോൾ കഴിച്ചെന്നിരിക്കും, ചിലപ്പോൾ വേ പ്രോട്ടീൻ എടുത്തെന്നിരിക്കും, ചിലപ്പോൾ വൈറ്റമിൻ ടാബ്ലറ്റ്സ് എടുത്തെന്നിരിക്കും, ചിലപ്പോൾ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് എടുത്തെന്നിരിക്കും, ചിലപ്പോൾ സിങ്കും മെഗ്നീഷ്യം പുള്ളിക്ക് നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാൻ സിങ്കും മെഗ്നീഷ്യത്തിന്റെ ടാബ്ലറ്റ്സ് എടുത്തെന്നിരിക്കും. പിന്നെ ഫിഷ് ഓയിലിന്റെ ടാബ്ലറ്റ്സ് എടുത്തെന്നിരിക്കും. ഫിഷ് ഓയിലിനെ പറ്റി എനിക്ക് പ്രത്യേകം വീഡിയോ ചെയ്യണം. അത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ഫിഷ് ഓയിലിനെ പറ്റിയാണ്. അതുപോലെ തന്നെ ഒരു 3-4 ലിറ്റർ വെള്ളമെങ്കിലും പുള്ളി ഡെയിലി ഇൻടേക്ക് ചെയ്യും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പം ഒരു ബാറ്റ്മാൻ ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം പുള്ളിയുടെ ഡയറ്റും മെയിൻറ്റെയിൻ ചെയ്യാൻ. അതുപോലെ തന്നെ പുള്ളിയുടെ വർക്കൗട്ട് പ്ലാനും മെയിൻറ്റെയിൻ ചെയ്യാൻ. അത് മാത്രമല്ല ഇപ്പോൾ ഒരു പ്രോ ആത്ലറ്റ് ഡെയിലി ഒരു 3-4 തവണയൊക്കെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് പുള്ളി പോകുന്നത്. ഒരു 3-4 തവണയൊക്കെ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ദിവസം തന്നെ വർക്കൗട്ട് ചെയ്യും. അതിൻ്റെ ഇടയ്ക്കുള്ള റെസ്റ്റും അതനുസരിച്ച് നല്ല രീതിയിൽ ഫുഡും പ്രോട്ടീനൊക്കെ ഇൻടേക്ക് ചെയ്യും. അപ്പം അദ്ദേഹത്തിന് ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കപ്പ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ബാറ്റ്മാൻ ആവാൻ വേണ്ടി ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് ഇതൊക്കെ 3-4 തവണ ചെയ്താൽ നമുക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്കില്ല. ഇപ്പം നമുക്കാണെങ്കിൽ അദ്ദേഹത്തെ പോലെയല്ല, നമുക്ക് വേറെ പർപ്പസ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ കുടുംബത്തെ നോക്കണം, ചിലപ്പോൾ മറ്റു കാര്യങ്ങൾ നോക്കണം, നമുക്ക് നമ്മുടെ ജോബിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, നമ്മുടെ സ്റ്റഡിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് ഇതൊന്നും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് ബാറ്റ്മാൻ നമുക്കൊരു മോട്ടിവേഷനായിട്ട് എടുക്കാം. ബാറ്റ്മാൻ നമ്മുടെ ക്യാരക്ടർ ഒരു പീക്ക് ഹ്യൂമൻ ലെവലിലെത്തി. എല്ലാം ഇന്റലക്ച്വൽ ആയിട്ടും നമ്മുടെ ഫിസിക്കായിട്ടും എല്ലാ രീതിയിലും. ഇപ്പം മെഡിറ്റേഷനൊക്കെ പുള്ളി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഡെയിലി പുള്ളി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. മെഡിറ്റേഷൻ നമ്മുടെ മൈൻഡിന്റെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണ് മെഡിറ്റേഷൻ. എന്ന് വെച്ചാൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് മറ്റ് ഇമോഷനിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അത് ഈ ബാറ്റ്മാനെ പോലത്തെ ഇങ്ങനത്തെ ഒരു പർപ്പസ് ഉള്ള ഒരാൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചറീസ് എന്തായാലും സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ബാറ്റ്മാൻ്റെ ബെയിനുമായിട്ടുള്ള ഫൈറ്റിൽ ബാറ്റ്മാൻ്റെ ബാക്ക് ഇഞ്ചറീസ് നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇപ്പം ഞാൻ ഇമേജ് കൊടുത്തിരിക്കുന്ന പോലെ ബാറ്റ്മാൻ്റെ ബാക്ക് ഇഞ്ചറി ആയിരിക്കുന്നുണ്ടാണ്. ഇതൊക്കെ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്ന ആളുകൾ ഫേസ് ചെയ്യേണ്ട വലിയ വലിയ കാര്യങ്ങളാണ്. എന്നിട്ടും ഈ ഒരു പെയിൻ ഉണ്ടായിട്ടും നമ്മൾ ബാറ്റ്മാൻ ഇന്ത്യയിൽ വരുമ്പം ഇന്ത്യയിൽ 2008 ബാറ്റ്മാൻ ആനിമേറ്റഡ് സീരീസ് ഉണ്ട്. അതിൽ ബാറ്റ്മാൻ ഇന്ത്യയിൽ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കസാൻഡ്ര എന്ന് പറഞ്ഞ പെണ്ണ് ഒരു പുള്ളിക്കാരി ആണ് ഇദ്ദേഹത്തിൻ്റെ ഈ മൈൻഡിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പം ഈ കസാൻഡ്ര ബാറ്റ്മാനോട് പറയുന്നുണ്ട്, പെയിൻ വെച്ചല്ല നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത്, വി ഹാവ് ടു വർക്ക് ത്രൂ പെയിൻ എന്നാ പറയുന്നത്. അപ്പം അതുപോലെ തന്നെ പുള്ളി ഇത്രയും ബാക്ക് ഇഞ്ചറിയും എല്ലാം ഉണ്ടായിട്ടും ആ പെയിൻ വെച്ചുകൊണ്ടാണ് പുള്ളി എല്ലാ കാര്യവും എൻഡ്യൂർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആൽഫ്രഡ് ബാറ്റ്മാൻ ബിഗിൻസിലാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട് ബാറ്റ്മാൻ ഇവനോട് ബ്രൂസ് വെയിനോട് എൻഡ്യൂർ മാസ്റ്റർ വെയിൻ. അപ്പം അതൊരു വിചിത്രമായിട്ടുള്ള ക്യാരക്ടറാണ് ഈ ബാറ്റ്മാൻ്റെ. പ്രത്യേകിച്ച് ഈ ഒരു വർക്കൗട്ട് റൂട്ടീനും പുള്ളിയുടെ ഈ ഫുഡ് ഈ ഇൻടേക്കും ഇതെല്ലാം ഇത് നോർമൽ ഹ്യൂമന് 99 ഇല്ലെങ്കിൽ ഒരു 95% ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ഫോളോ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്,
അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആളുകളുണ്ട്, ഇപ്പോൾ ഫോളോ ചിലവ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ഇത്രയുള്ളത് പറയാൻ ഉദ്ദേശിച്ചത് ബാറ്റ്മാൻ്റെ ഈ ഒരു വർക്കൗട്ട് റൂട്ടീനും ഈ ഒരു ഡയറ്റ് പ്ലാനെ പറ്റി. അപ്പോൾ അത്രയുള്ളത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ്.